ലിവിങ് ടുഗദർ ആയി താമസിച്ച ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും കുട്ടിയെ കൊന്നുകളഞ്ഞു. സംഭവം ഷൊർണൂരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും മാവേലിക്കര കോട്ടയ്ക്കകത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ, കോട്ടയം കാരി കാഞ്ഞിരം കണിയാമ്പത്തിൽ ശില്പ, 29 വയസ്സ്, അവരുടെ കുട്ടിയാണ് ഇപ്പം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. അവര് കൊട്ടാരക്കരയുള്ള ഒരാളുമായി ലോഹ്യത്തിലായി ലിവിങ് ടുഗദറായി ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിച്ചു. വാടകയ്ക്ക് വീടെടുത്തത് കൊട്ടാരക്കരക്കാരൻ തന്നെ. പക്ഷെ അയാൾക്ക് ഷൊർണൂരിൽ ഒരു തിയേറ്ററിൽ ജോലിയാണ്. ലിവിങ് ടുഗദറിന്റെ പുതുമയെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അയാൾ സ്ഥലം വിട്ട് അയാൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. അയാൾ ഷൊർണൂർ ജോലി സ്ഥലത്ത് നിന്നു. ഒരു കുട്ടിയുണ്ടായി, സുകന്യ, 11 മാസം പ്രായം. കുട്ടിക്ക് അവക്കും ചെലവിന് കൊടുക്കൂല. ലിവിങ് ടുഗദറാണ്. അയാൾ വരാതായി. അയാൾ വിളിച്ചാൽ ഫോൺ എടുക്കൂല. ഇവരൊരു കാറ് പിടിച്ച് കുട്ടിയുമായി നേരെ ഷൊർണൂർ പോയി. ഷൊർണൂർ തിയേറ്ററിലാണ് അയാൾക്ക് ജോലി. അവിടെ ചെന്നപ്പോൾ അയാളും അവിടുന്ന് മുങ്ങി. അയാളുടെ ഓഫീസിൻ്റെ അവിടെ തറയെ കിടത്തി, കുട്ടിയെ തറയെ കിടത്തി. 7:30 മണി വെളുപ്പിന് ആള് കൂടി. പോലീസിലാരോ വിവരം അറിയിച്ചു. ഷൊർണൂർ പോലീസ് പറഞ്ഞു കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ. ഏതായാലും ഹോസ്പിറ്റലിൽ ചെന്ന് ഷൊർണൂർ സാമൂഹ്യാരോഗ്യ വകുപ്പ് അവർ പരിശോധിച്ചപ്പം കുട്ടി നേരത്തെ മരിച്ചിരിക്കുന്നു. അത് പോലീസ് റിപ്പോർട്ട് ചെയ്തു. അവിടെ കേസ് രജിസ്റ്റർ ചെയ്തു. കുട്ടിയുടെ മരണകാരണം ശ്വാസം മുട്ടിക്കൊന്നതാണ്. കുട്ടി 11 മാസം പ്രായമുള്ള പെങ്കൊച്ചാണ്. അതിന് പുറത്ത് യാതൊരു പരിക്കുകളുമില്ല. ശ്വാസം മുട്ടി ആണ് കൊലപ്പെടുത്തിയെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുകയും ചെയ്തു. ഏതായാലും ഭർത്താവ് കൊട്ടാരക്കരക്കാരൻ ഇപ്പം ഷൊർണൂരിലുള്ളവനെ മൊബൈലിൽ വിളിച്ചപ്പം മൊബൈൽ ഓഫ് ചെയ്തിരിക്കുന്നു. കുറേ ദിവസങ്ങളായി ഈ സ്ത്രീ ശില്പ അയാളെ വിളിക്കുന്നു. അയാൾ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുന്നു. അയാൾ ഇവിടെ സംസാരിക്കുന്നില്ല. ഇവര് മാവേലിക്കരയിൽ നിന്ന് കോട്ടയ്ക്കകത്തു നിന്ന് ഒരു കാറ് പിടിച്ച് നേരെ ഷൊർണൂരിലേക്ക് പോയി. ഷൊർണൂർ ചെന്ന് അയാളുടെ തിയേറ്ററിൻ്റെ അവിടെയാണ് രാവിലെ 7:30 മണിക്ക് അവിടെ തറയിൽ കൊച്ചിനെ കിടത്തിയത്. പല സന്ദർഭത്തിലും ഇവർ അയാളെ വിളിക്കുമ്പം പറയും, നിങ്ങളുടെ കൊച്ച് സുകന്യയെ ഞാൻ കൊല്ലും, അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല, കാരണം എനിക്ക് ജോലിക്ക് പോകണം, കുട്ടിയുള്ളതുകൊണ്ട് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല, വരുമാനമില്ല, പട്ടിണിയാണ്. കേരളത്തിലെ പൊതുവെ ചില പാഷനായിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ലിവിങ് ടുഗദർ. അത് നിയമപരം ഒരു ബാധ്യത രണ്ടുപേർക്കും ഇല്ല. അത് ലിവിങ് ടുഗദറാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ആര് റെസ്പോൺസിബിലിറ്റി വഹിക്കും? രണ്ടുപേരും ഒഴിയുകയാണ്. കല്യാണച്ചരട് രണ്ടുപേർക്കും ഇല്ല. കല്യാണത്തിൻ്റെ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു താലികെട്ട് ഉണ്ടായില്ല. ഇരുകൂട്ടരും വീട്ടുകാർ അതിനോട് യോജിക്കുന്നില്ല. അവര് ആരും ഈ വിവാഹത്തിന് പങ്കെടുത്തിട്ടില്ല. അവർക്ക് ഇഷ്ടം കൊണ്ട് രണ്ടുപേരും ഒരു മുറി വാടകയ്ക്കെടുത്ത് അങ്ങ് ജീവിക്കുകയാണ്. അപ്പോഴാണ് കുട്ടിയുണ്ടായത്. കുട്ടിയെ ആര് ചുമക്കും എന്നുള്ളതാണ് പ്രശ്നം. രണ്ടു കൂട്ടരും ഒഴിയുകയാണ്. കാരണം വീട്ടുകാരെങ്കിലും സാധാരണഗതിയിലെ വിവാഹം വീട്ടുകാർ നടത്തിയാൽ അവര് ബന്ധുക്കളും അവരും കൂടെ ആ കുട്ടിയെ ഏറ്റെടുക്കുക പതിവാണ്. കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുകയില്ല. ഇപ്പം കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. പല സന്ദർഭത്തിൽ ഈ സ്ത്രീ അയാളെ വിളിച്ചിട്ട് കുട്ടിയെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സന്ദേശം പോയിട്ടുണ്ട്. കുട്ടിയെ മരിച്ച ദിവസം രാവിലെ ഒരു സന്ദേശം പോയി, അതിനെ ഞാൻ കുട്ടിയെ കൊലപ്പെടുത്തി എന്ന് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഷൊർണൂർ DYSP ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഹരിദാസൻ, DYSP ഹരിദാസനും അവിടുത്തെ ഇൻസ്പെക്ടർ രഞ്ജിത്തും മാവേലിക്കരെ വന്നു. അവരുടെ വാടക വീട്ടിലെത്തി. ആ സ്ത്രീയെ കൊണ്ടുവന്നു. അവർ വാടക വീട്ടിൽ അവിടെ വെച്ച് അവരെ അറസ്റ്റ് ചെയ്തു. ഏതായാലും ആ ലിവിങ് ടുഗദറിലെ പാർട്ട്ണർ കഥാപാത്രം ഒളിവിലാണ്. മൊബൈൽ ഓഫ് ചെയ്തിരിക്കുന്നു. അയാൾ കൊട്ടാരക്കരക്കാരനാണെന്നറിയാം. അയാളാണ് ഈ മാവേലിക്കരെ വീട് രഹസ്യമായിട്ട് പോയി വാടകയ്ക്ക് എടുത്തത്. തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ രണ്ടുപേര് ലിവിങ് ടുഗദറായിട്ട് കൂട്ടുകാരന്മാർ രണ്ടുപേരും ഓരോ പെൺകുട്ടികളുമായിട്ട് ലിവിങ് ടുഗദർ നടത്തി. 3 മാസം കഴിഞ്ഞപ്പം കയ്യിലിരുന്ന പണം തീർന്നു. അടിവെച്ച് എല്ലാവരും പിരിയുകയും ചെയ്തു. പക്ഷേ
തൃശ്ശൂർ ഇതുപോലെ ലിവിങ് ടൂതറിൽ ഒരു കുട്ടിയുണ്ടായി. ഇതുപോലെ ഉത്തരവാദിത്വം ആർക്കും ഇല്ലായിരുന്നു. ആ കൊച്ചിനെ അവിടുത്തെ ഒരു സ്ട്രീമില് കൊന്നിട്ടിരുന്നു. അതൊക്കെ ലിവിങ് ടൂതറിന്റെ ബാക്കി പത്രമാണ്. ഇവിടെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അതിന്റെ ദൂഷ്യവശങ്ങൾ സമൂഹത്തിനുണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കണം. ഇതൊരു ടിപ്പിക്കൽ കേസാണ്. ഈ കുട്ടിയെ രണ്ടു പേർക്കും വേണ്ട, അതിനെ കൊല്ലുകയാണ്. ഇങ്ങനെ ലിവിങ് ടുഗദറായി താമസിക്കുന്ന ഒരു കുട്ടികളുണ്ടായാലും, അനധികൃതമായി ഇങ്ങനെ താമസിച്ചിട്ട് കുട്ടികളുണ്ടായാലും, അല്ലെങ്കിൽ വേണ്ടാത്ത കുട്ടികളെ സമൂഹത്തിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് വേണം. അതിനുള്ള സംവിധാനം കേരളത്തിലുണ്ട്. എന്തിനാണ് ഒരു മനുഷ്യജീവനെ കൊന്നുകളയുന്നത്? ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടെങ്കിൽ സമൂഹം ഏറ്റെടുത്തോളും. അതിനിവിടെ അമ്മത്തൊട്ടിലുണ്ട്, എല്ലാ ജില്ലകളിലുണ്ട്. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ വാതിൽ കൊണ്ട് കിടത്തിയിട്ട് ഓടി രക്ഷപ്പെട്ടോളൂ. ആ കുട്ടിയെ നമുക്ക് വേണം, സമൂഹത്തിന് വേണം, ഇന്ത്യക്ക് വേണം. ഇന്ത്യയുടെ പൗരത്വമുള്ള കുട്ടിയാണ്. അതിന്റെ മാന്യത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരിക്കലും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടാത്ത കുട്ടികളെ കൊല്ലരുത്. അതാത് ജില്ലാ ആശുപത്രിയിലോ അല്ലെങ്കിൽ അവിടുത്തെ അമ്മത്തൊട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രി മുന്നിൽ കൊച്ചിനെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടോളൂ. കുട്ടികളെ സംസ്ഥാന ഗവൺമെന്റും സമൂഹവും നോക്കിക്കോളൂ.